രേഖപ്പെടുത്തലുകൾ മലബാർ മാനുവലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്ര യാഥാർത്ഥ്യങ്ങൾ അതിനെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ആ ഒരു മുന്നേറ്റം ഉണ്ടായത്. പമ്പയാറിൻ്റെ തീരത്ത് നിരവധിയായ സാമൂഹിക പരിഷ്കരണ മുന്നേറ്റങ്ങൾക്ക്, നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് പമ്പയാർ സാക്ഷ്യം വഹിച്ചു. ആ പമ്പയാറിൻ്റെ തീരത്താണ്, ആ മണൽപ്പുറത്താണ് ഈ കേരളത്തിലെ ചേരമ പ്രസ്ഥാനത്തിൻ്റെ ഉദയം നടക്കുന്നത്. പാമ്പാടി ജോൺ ജോസഫിൻ്റെ നേതൃത്വത്തിൽ, ടി സി കുട്ടനില്ല നേതൃത്വത്തിൽ. അതേപോലെ തന്നെയാണ് അപ്പുറത്ത്, അതും പമ്പയാറിൻ്റെ തീരത്താണ്. വൈകിയിലപ്പച്ചൻ, വൈകി കുമാരഗുരുദേവൻ്റെ നേതൃത്വത്തിൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ തുടക്കമുണ്ട്. പമ്പയാറിൻ്റെ തീരം അതുകൊണ്ട് ഒരുപാട് ഇത്തരം സാമൂഹിക മുന്നേറ്റങ്ങളെ കണ്ടവരിടമാണ്. അവിടെ നിന്നാണ് ഈ പ്രസ്ഥാനത്തിൻ്റെയും പിറവി ഉണ്ടാവുന്നത്. അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയിൽ അവർക്ക് വേണ്ടത് കേവലമായ ആനുകൂല്യങ്ങൾക്കപ്പുറത്തേക്ക് ഒരു നാടിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ, ഒരു ജനതയുടെ മോചനത്തിൻ്റെ വഴികളാണെന്ന് തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിഞ്ഞ പാതയിലേക്കാണ് ഞാൻ നീങ്ങിയത്. അതുകൊണ്ട് അധികാരത്തിൻ്റെ രംഗത്തേക്ക് എത്ര അനിവാര്യതയാണെന്ന് കരുതി. അയ്യങ്കാളി തന്നെ, മഹാനായ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അദ്ദേഹത്തിൻ്റെ കന്നി പ്രസംഗത്തിൽ ആവശ്യപ്പെടുന്നത് ഇന്ന് കുറച്ച് ജോലികളുടെ കാര്യമെല്ലാം പറയുന്നുണ്ട്. ആശുപത്രിയിൽ മരുന്നെടുത്തു കൊടുക്കാൻ ഞങ്ങളുടെ കൂടുതൽ ആളുകൾ നിയോഗിക്കണം, അച്ചുകൂടത്തിൽ അച്ചു നിരത്താൻ ഞങ്ങളുടെ കൂടുതൽ ആൾക്കാരെ നിയോഗിക്കണം. ഇതൊക്കെ ആവശ്യപ്പെടുന്നതാണ്. പുതുവൽ ഭൂമി ഞങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടി പതിച്ചു നൽകണം. നമ്മളിന്ന് ഈ ഭൂമി കിട്ടുന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ, ഇവിടെ നേരത്തെ നമ്മുടെ പ്രമേയത്തിൻ്റെ കാര്യം പറയുമ്പോൾ കേരളത്തിൽ ആദ്യമായി ഇങ്ങനൊരു കാര്യം ഉന്നയിക്കുന്നത് ശ്രീമൂലം പ്രജാസഭയിൽ മഹാനായ അയ്യങ്കാളിയാണ്. വേറെ ആരുമല്ല. പാവപ്പെട്ടവരുടെ ഭൂരഹിതരായിരിക്കുന്ന ആൾക്കാർക്ക് ഭൂമി കിട്ടണം എന്നുള്ള കാര്യം, അതിൻ്റെ മരുന്നൊക്കെ അത് എറിഞ്ഞു കൊടുക്കുകയാണ്. ചരിത്രം രേഖപ്പെടുത്തി എൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുക. ഇവിടെ പ്രമുഖരായ ഒരുപാട് നേതാക്കന്മാർ ഈ കാര്യമൊക്കെ സംസാരിക്കാൻ നിങ്ങളുടെ മുമ്പിലുണ്ട്. വൈകി വന്ന് ഞാനൊരു നീണ്ട പ്രസംഗം നടന്നാൽ ഒട്ടുമേ ഉചിതമല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇത് ഇന്നലെയുടെ ചരിത്രമാണ്. ആ ചരിത്രം എന്തുകൊണ്ടാണ് പറയേണ്ടതെന്ന് വെച്ചാൽ, ചരിത്രം മറക്കേണ്ടത് അനിവാര്യമാണെന്ന് പറയുന്നവരുണ്ട്, ചരിത്രം ഓർമ്മപ്പെടുത്താതിരിക്കുന്നവരുണ്ട്. ഒരു സിനിമ കേരളത്തിൽ ഇറങ്ങുമ്പോൾ ആ സിനിമയ്ക്കെതിരെ വലിയ പ്രശ്നമുണ്ടാകുന്നത് മുമ്പ് നടന്ന ഒരു കാര്യം രേഖപ്പെടുത്തപ്പെട്ടു എന്നതിൻ്റെ പേരിലാണ്. നേരത്തെ നടന്ന ഒരു കാര്യം പറയുന്നു എന്ന് പറയുന്നത് വല്ലാത്തൊരു മോശമായിട്ടാണ് പലരും കാണുന്നത്. സിനിമയുടെ കാര്യത്തിൽ മാത്രമല്ല, ചരിത്രത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. ചരിത്രമില്ലാത്തവർ